ഹലോ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. നമ്മുടെ ചാനലിലെ ഇന്നത്തെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കുറേ നാളെ പാരഗണിലെ ബിരിയാണി ഒക്കെ കഴിച്ചിട്ട് അപ്പം നമുക്കൊന്നൊരു പാരഗൺ ബിരിയാണി വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയാലോ. അപ്പം അതേ നമ്മൾ ഒരുപാട് വീഡിയോസ് ഒക്കെ ഒന്ന് റെഫർ ചെയ്തിട്ട് ജോബിൻ ചാൻ്റെ സ്പെഷ്യലായിട്ടാണ് ഉണ്ടാക്കുന്നത്. സക്സസ് ആവോ ഇല്ലയോ എന്ന് അറിയില്ല. ബൈ ദ വേ നമുക്ക് വീഡിയോയിലോട്ട് പോകാം, എങ്ങനെ ഉണ്ടാക്കണേ നോക്കാം. സോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ വേഗം വീഡിയോയിലോട്ട്. അങ്ങനെ ഞാൻ യൂട്യൂബിലൊക്കെ നോക്കിട്ടോ പാരഗൺ സ്റ്റൈൽ ചിക്കൻ ബിരിയാണി. അപ്പോൾ എല്ലാത്തിലും സെയിം റെസിപ്പി തന്നെയാണ് കണ്ടത്. അപ്പോൾ ഞാനും അങ്ങനെ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി പേസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കി എടുത്ത് ചിക്കനിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് നമ്മൾ ആദ്യം ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ കുറച്ച് തക്കാളി, പിന്നെ ആവശ്യത്തിന് സബോള ചെറുതായിട്ട് കനം കുറച്ച് അരിഞ്ഞത് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിനകത്തേക്ക് നമ്മൾ തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ കുറച്ച് നെയ്യ്, പിന്നെ പുതിനയില, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മല്ലിപ്പൊടി, മസാലപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, മുളക് പൊടി എല്ലാം കൂടി ചേർത്ത് നല്ല രീതിയിൽ മാരിനേറ്റ് ചെയ്ത് ഏകദേശം ഒരു അരമണിക്കൂറോളം നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ. എന്നാലാണ് അതെല്ലാം പിടിച്ച് സെറ്റ് ആവുള്ളൂ. നിങ്ങൾ നോർമലി ചിക്കൻ കറി ഉണ്ടാക്കുമ്പോഴും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ നല്ല എളുപ്പമാണ്, അടിപൊളിയായിട്ട് ഉണ്ടാക്കാം. അങ്ങനത്തെ ഞാൻ ജാതി പത്തിരി പറിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പറമ്പിലേക്ക് പോയാണെങ്കിൽ നമ്മുടെ കുളത്തിൽ വെള്ളമൊക്കെ കുറഞ്ഞു. അങ്ങനെ ഞാൻ അതെല്ലാം പൊട്ടിച്ച് കൊണ്ടു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഒരു പാത്രം വെച്ച് അതിനകത്തേക്ക് കുറച്ച് നെയ്യും അതുപോലെ തന്നെ കുറച്ച് ഓയിലും ആഡ് ചെയ്ത് കൊടുത്തു. അതിനകത്തേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്ക, ജാതിപത്തിരി, സജീരകം അതെല്ലാം കൂടി ചേർത്ത് കൊടുത്തു. അതൊന്ന് പൊട്ടി വന്നപ്പോഴത്തേക്കും നമ്മൾ അതിനകത്തേക്ക് ഇഞ്ചി പച്ചമുളക് പേസ്റ്റ് കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. പിന്നെ സബോള ചേർത്ത് കൊടുത്ത് നല്ല രീതിയിൽ നമുക്ക് വഴറ്റിയെടുക്കാം. നന്നായിട്ട് വഴഞ്ഞു വരുന്ന സമയത്ത് നമ്മൾ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളത്തിൻ്റെ അളവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്നാണ് അളവ് കേട്ടോ. അപ്പോൾ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുന്നത് പക്ക അളവാണെങ്കിൽ കറക്റ്റായിട്ട് അത് വെന്ത് കുഴയാണ്ട് വരും. അങ്ങനത്തെ അത് വേവാനായിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് വെള്ളം തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്ക് ചിക്കൻ കറി റെഡിയാക്കാം. അപ്പോൾ നമ്മൾ മസാല എല്ലാം ചേർത്ത് വെച്ച ചിക്കൻ ഒരു പാത്രത്തിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുത്തിട്ട് ആ നെയ്യിലാണ് നമ്മളൊന്ന് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഓയിൽ യൂസ് ചെയ്യണമെങ്കിൽ ഞാൻ കുറച്ച് നെയ്യാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. വേറെ ഒന്നും നമ്മൾ ചിക്കനിൽ ആഡ് ചെയ്യുന്നില്ല. പിന്നെ ഉപ്പിൻ്റെ കുറവടി കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. വെള്ളം നിങ്ങൾക്ക് വേണമെങ്കിൽ, വെള്ളം ഓൾറെഡി ചിക്കനിൽ ഉള്ളതുകൊണ്ട് തന്നെ വലിയ കുഴപ്പമില്ല. കിഡിലും ടേസ്റ്റാണ് കേട്ടോ. ഇനി നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. നമ്മളിത് ബിരിയാണി റൈസ് നമ്മൾ ചേർത്ത് കൊടുക്കാൻ കേട്ടോ. പിന്നെ എടുത്ത് പറയുന്നത് കൈമ റൈസ് ആയതുകൊണ്ട് തന്നെ ഒട്ടിപ്പിടിക്കില്ല, അടിപൊളി ടേസ്റ്റും ആയിരിക്കും. അപ്പോൾ നമ്മളിത് ദം ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മളിത് റൈസ് ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ അതിനകത്തേക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ പൈനാപ്പിൾ, അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പ്, മുന്തിരി, അങ്ങനെ സംഭവങ്ങളെല്ലാം ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ പുതിനയില, അങ്ങനെ എല്ലാം കൂടി സെറ്റ് ചെയ്ത് അടിപൊളിയായിട്ട് എടുത്തുട്ടോ. കിഡിലും ടേസ്റ്റായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കഴിഞ്ഞ വട്ടം ഞാൻ ബിരിയാണി ഉണ്ടാക്കിയപ്പോൾ ഫ്ലോപ്പായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വട്ടം എനിക്ക് ഒട്ടും ഹോപ്പ് ഉണ്ടായിരുന്നില്ല. ബൈ ദ വേ ഞാൻ വീഡിയോ കണ്ട് ചെയ്തതാണ് കേട്ടോ. സൂപ്പർ ടേസ്റ്റിൽ കിട്ടി. അപ്പോൾ അത് നമുക്ക് എല്ലാവർക്കും ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചു. അങ്ങനത്തെ നമ്മുടെ പാരഗൺ സ്റ്റൈലിലുള്ള നമ്മുടെ ചിക്കൻ ബിരിയാണി സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് പപ്പോഴും അമ്മയോടൊക്കെ എങ്ങനെ ടേസ്റ്റ് ആണ് നോക്കാം. നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. ഞാൻ കഴിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നു. സോ നമുക്ക് ഇനി അവരെ കൊണ്ട് കഴിപ്പിക്കാം. സൂപ്പറായിട്ടോ. സൂപ്പർ പറഞ്ഞേ, അതുകൊണ്ട് പറയേ, ഞാൻ സൂപ്പർ എന്ന് പറഞ്ഞേ, സൂപ്പർ മിനി